ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. 13-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. 11-ാം സ്ഥലത്ത് ഫ്രാൻസിസ്കൻസിൻ്റെ കപ്പേള. 12-ാം സ്ഥലം ഗ്രീക്കുകാരുടെ കപ്പേള. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കുള്ള ചെറിയൊരു കോറിഡോർ. അവിടെ മാതാവിൻ്റെ മരത്തിൽ തീർത്ത ഒരു രൂപം, മാത്തർ ദൊളറോസ. 1778 ലിസ്ബണിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ രൂപം. ഇതിനെ അലങ്കരിച്ചിരിക്കുന്ന സ്വർണവും മുത്തുകളും ഒക്കെ പ്രഭുക്കന്മാരുടെയും തീർത്ഥാടകരുടെയും സംഭാവനകളാണ്. സുവിശേഷങ്ങളിൽ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു രംഗമില്ല. കർത്താവിൻ്റെ മൃതദേഹം ഏറ്റെടുക്കാൻ പോകുന്നത് അരിമത്തിയാക്കാരനായ ജോസഫാണ്. ഈ അരിമത്തിയാക്കാരൻ ജോസഫിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ പറയുക, അവൻ ഫരിസേയനാണ്, ജനപ്രമാണിയാണ്, സെനഹദ്രീൻ സംഘത്തിലെ അംഗമാണ്, എന്നാൽ അവരുടെ തീരുമാനത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചവനാണ്. അവൻ ദൈവവിശ്വാസിയും കർത്താവിൻ്റെ ദിനം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. ജോസഫ് എന്നാണ് അവൻ്റെ പേര്. പൂർവ്വപിതാവായ ജോസഫും കർത്താവിൻ്റെ പിതാവായിട്ടുള്ള വിശുദ്ധ യൗസേ പിതാവും ഇവൻ്റെ അതേ നാമത്തിലുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ മൃതശരീരം ഏറ്റെടുക്കാൻ വരേണ്ട സ്വപിതാവിന് പകരം വരുന്ന മറ്റൊരു ജോസഫ്. ആരും ഏറ്റെടുക്കാൻ തയ്യാറില്ലാത്ത ദൗത്യങ്ങൾ ഏറ്റെടുത്തവരാണ് ഇവർ രണ്ടുപേരും, പൂർവ്വപിതാവായിട്ടുള്ള ജോസഫായാലും യൗസേ പിതാവായാലും. കൂടെ വരുന്നു മറ്റൊരാൾ, നിക്കോദേമോസ്. നിക്കെ വിജയം, ദേമോസ് ജനം, ജനത്തിൻ്റെ വിജയമെന്നാണ് അവൻ്റെ നാമം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3 പ്രാവശ്യം കർത്താവിൻ്റെ അടുത്തേക്ക് അവൻ വരുന്നതായിട്ടുള്ള രംഗങ്ങളുണ്ട്. നിക്കോദേമോസും ജനപ്രമാണിയാണ്, ജനത്തിൻ്റെ ഗുരുവാണെന്നാണ് പറയുക. അവനും സെനഹദ്രീൻ സംഘത്തിലെ അംഗമായിരുന്നു. കർത്താവിൻ്റെ ഒളിഞ്ഞുള്ള ശിഷ്യന്മാരായിരുന്നു ഇവർ രണ്ടുപേരും. 100 റാത്തൽ സുഗന്ധക്കൂട്ടുമായി മീറയും ചെന്നി നായകവും ചേർത്ത സുഗന്ധക്കൂട്ട് 33 കിലോ സുഗന്ധദ്രവ്യവുമായിട്ടാണ് നിക്കോദേമോസ് വരുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിന് അവർ കൊടുക്കുന്നത് രാജകീയമായിട്ടുള്ള ഒരു മൃതസംസ്കാരമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം സുഗന്ധദ്രവ്യവുമായിട്ട് വരുന്നത്. അവർ കർത്താവിനെ കുരിശിൽ നിന്നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കണം. അതൊരു സ്വാഭാവികതയാണ്. ഈ രംഗമാണ് പിയത്ത, വത്തിക്കാനിലെ പ്രശസ്തമായിട്ടുള്ള മൈക്കിളാഞ്ചലോയുടെ പിയത്ത. 12-ാം നൂറ്റാണ്ട് മുതൽ ഫ്ലോറൻസിൽ തന്നെയാണ് അതും തുടങ്ങുക. ഓർഡർ ഓഫ് സെർവൻസ് ഓഫ് മേരി, സെർവിതി മരിയ, അവരാണ് ഈ മാത്തർ ദൊളറോസ, സ്ഥാപത്ത് മാത്തർ എന്നുള്ള ഈ ഭക്തി പ്രചരിപ്പിക്കുന്നതും ലോകം മുഴുവനിലേക്കും എത്തിക്കുന്നതും. വ്യാകുല മാതാവ്, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന അമ്മ, സ്വന്തം മകൻ്റെ മൃതശരീരം ഏറ്റെടുത്ത് കിടക്കുന്ന അമ്മ, രക്ഷാകര കർമ്മത്തിൽ സഹകാരിണിയാകുന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നസറത്തിൽ വെച്ച് പറഞ്ഞ ആ ഫിയാത്ത്, സമ്മതം മൂളല് ഇവിടെ പൂർത്തിയാക്കുന്നു. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഹൃദയം നുറുങ്ങിക്കൊണ്ട് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവപിതാവിൻ്റെ പക്കൽ സമർപ്പിക്കുന്ന അമ്മ നമുക്കും ഒരു മാതൃകയാകട്ടെ, നമ്മുടെ കുടുംബങ്ങൾക്കും രക്ഷകയാകട്ടെ, നമ്മളുടെ ജീവിതത്തിലും മധ്യസ്ഥം വഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.